എന്നെ സംബന്ധിച്ചുള്ള ആൾക്കൊരു 5 ലക്ഷത്തിന്റെ ആവശ്യമില്ല. ജിൻഡോ പറയുന്നതിൽ കാര്യമുണ്ട്. സായിക്ക് ആ തുകയുടെ ആവശ്യമില്ലായിരുന്നു. സായിക്ക് വേണ്ടിയിരുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പണപ്പെട്ടി വെച്ച് 5 മിനിറ്റിൽ കരസ്ഥമാക്കി സായി ഞെട്ടിച്ചു. ആരും എടുത്തില്ലെങ്കിൽ മാത്രം നീ എടുത്തോണ്ട് പോകുന്നുള്ള രീതി. ഋഷിക്ക് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഋഷി അത് സായിയോട് ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞില്ല. ഋഷിക്ക് അത് ആവശ്യമുണ്ടെന്ന കാര്യം അഭിഷേകിനോടും സിജോയോടും പറഞ്ഞിട്ട് സായിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ സായി പെട്ടി എടുത്തോണ്ട് പോകത്തില്ലായിരുന്നു. സായിന്റെ കാല് പിടിച്ചിട്ടൊന്നും നമുക്ക് പെട്ടി എടുത്തിട്ട്. അവസാനം മോഹൻലാൽ ചോദ്യം ചോദിച്ചെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ സായിയോട് അത് ചോദിക്കത്തില്ലായിരുന്നോ എന്ന് ഋഷിയോട് മോഹൻലാൽ ചോദിച്ചു കാണും. അതിനുള്ള മറുപടിയായിട്ടാകാം ഋഷിക്ക് അങ്ങനെ കാല് പിടിച്ച് പെട്ടി വാങ്ങാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞത്. സായി അത് കണ്ടറിഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ 15 ലക്ഷം വരെ പോയില്ലേലും ഒരു 8 ലക്ഷമെങ്കിലും ഋഷിക്ക് കിട്ടിയേനെ. മോഹൻലാലിന്റെ മുന്നിൽ സായിയോട് ഋഷിക്ക് ഇത്രയും കലിപ്പാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നേരിട്ട് കാണുമ്പോൾ സായിക്ക് നല്ല കോളായിരിക്കും. പുറത്തായ മത്സരാർത്ഥികളിൽ ആദ്യം അകത്ത് കയറുന്നത് ജാൻമണിയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പുറത്തായ മത്സരാർത്ഥികൾ 2-3 ദിവസം താമസിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇത് വീണ്ടും TRP കൂട്ടാനുള്ള ബിഗ് ബോസിന്റെ സൈക്കോളജിക്കൽ മൂവാണ്.